എല്ലാവർക്കും നമസ്കാരം. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് 2026 നമ്മുടെ മലപ്പുറം ജില്ല സംബന്ധിച്ച് എല്ലാ തയ്യാറികൾ ഇപ്പോൾ കംപ്ലീറ്റ് ആണ്. നമ്മുടെ 16 മണ്ഡലമുണ്ട്. ഏകദേശം വോട്ടറിൻ്റെ സംഖ്യ നമുക്ക് 36.3 lakhs ആണ്. മെയിൽ വോട്ടർ 18.2 lakhs, ഫീമെയിൽ വോട്ടർ 18.1 lakh, ട്രാൻസ്ജെൻഡർ വോട്ടേഴ്സ് 38. നമ്മുടെ PWD വോട്ടർ ഏകദേശം 30,000 ആണ്. 85+ വോട്ടേഴ്സ് അറൗണ്ട് 17,000. സർവീസ് വോട്ടേഴ്സ് ഏകദേശം അറൗണ്ട് 1,800 ആണ്. ഇതിനെ സംബന്ധിച്ച് നമുക്ക് ജില്ലയിൽ പോളിംഗ് സ്റ്റേഷനിൻ്റെ എണ്ണം 3682 മെയിൻ പോളിംഗ് സ്റ്റേഷനാണ്. ഇതിൻ്റെ പകരം 7 ഓക്സിലറി പോളിംഗ് ബൂത്താണ്. ഈ പോളിംഗ് ബൂത്തിനകത്ത് 43 വൾനറബിൾ പോളിംഗ് ബൂത്താണ്. നമുക്ക് കഴിഞ്ഞ ഇലക്ഷൻസിൽ അതിൻ്റെ കേസൊക്കെ ഹിസ്റ്ററിയൊക്കെ നോക്കിയിട്ട് 43 വൾനറബിൾ പോളിംഗ് ബൂത്ത് നമുക്ക് മാർക്ക് ചെയ്തു 15 ലൊക്കേഷൻസിൽ. പിന്നെ 15 ബൂത്ത് കുറച്ച് നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഇഷ്യൂ ഉള്ള ബൂത്തുകളാണ്. അതും നമുക്ക് ചിഹ്നം ചെയ്തു. ഈ എല്ലാ ബൂത്തുകൾ നമുക്ക് ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡങ്ങൾ പ്രകാരം അഷ്യോർഡ് മിനിമം ഫെസിലിറ്റി, ലൈറ്റ്, റാമ്പ്, ടോയ്ലറ്റ്സ്, ഷെയ്ഡ്, ഫർണിച്ചർ എല്ലാം നമ്മൾ എൻഷുർ ചെയ്തു. നമ്മുടെ 48 മോഡൽ പോളിംഗ് സ്റ്റേഷനാണ് കമ്മീഷനിൻ്റെ ഡയറക്ഷൻസ് പ്രകാരം. 80 എല്ലാ വനിത മാനേജ്ഡ് പോളിംഗ് ബൂത്ത്, ഓൾ വിമൻ മാനേജ്ഡ് പോളിംഗ് ബൂത്താണ്. പിന്നെ 3 ബൂത്ത് നമുക്ക് ഓൾ ഇൻക്ലൂസീവ് പോളിംഗ് ബൂത്താണ്. ഈ എല്ലാ പോളിംഗ് ബൂത്തിൽ നമുക്ക് 100% വെബ് കാസ്റ്റിംഗ് നമ്മൾ എൻഷുർ ചെയ്യാം ഈ തവണ. അതിൻ്റെ വേണ്ടി ഒരു വെബ് കാസ്റ്റിംഗ് കൺട്രോൾ റൂം നമുക്ക് ജില്ലാ ലെവലിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ജില്ലയിൽ ഓൾറെഡി 11 ബഹുമാനപ്പെട്ട ഒബ്സർവേഴ്സ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിന്ന് ഓൾറെഡി വന്നു. 6 ജനറൽ ഒബ്സർവേഴ്സ്, 4 എക്സ്പെൻഡിച്ചർ ഒബ്സർവേഴ്സ്, പിന്നെ ഒരു പോലീസ് ഒബ്സർവർ. നമ്മുടെ ഇലക്ടോറൽ റോൾ സംബന്ധിച്ച് ഓൾറെഡി ഇലക്ടോറൽ റോൾ നമുക്ക് പബ്ലിഷ് ആയിരുന്നു. അതിൻ്റെ കോപ്പി നമ്മുടെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനെ നമുക്ക് ഓൾറെഡി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. മാർക്ഡ് കോപ്പീൻ്റെ പ്രിപ്പറേഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയി. അടുത്ത നമ്മുടെ മാൻ പവർ സംബന്ധിച്ച് നമ്മുടെ പോളിംഗ് ബൂത്തിൻ്റെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ്, പിന്നെ ഫസ്റ്റ് പോളിംഗ് ഓഫീസറും പോളിംഗ് ഓഫീസേഴ്സിൻ്റെ നമ്പർ സഫീഷ്യൻ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ റിസർവും കൂടി ഉണ്ട്. സഫീഷ്യൻറ്റ് റിസർവ് ഇസ് ദെയർ. മൈക്രോ ഒബ്സർവേഴ്സും നമുക്ക് ഓൾറെഡി നിശ്ചയിച്ചു. 56 മൈക്രോ ഒബ്സർവേഴ്സാണ്. നമ്മുടെ എല്ലാ മാൻ പവറിൻ്റെ ഇലക്ഷൻ സംബന്ധിച്ച് എല്ലാ ട്രെയിനിങ് കഴിഞ്ഞു. 3 ഘട്ടത്തിൽ ഓൾറെഡി ട്രെയിനിങ് കംപ്ലീറ്റ് ആയി. പിന്നെ ഒരെണ്ണം ട്രെയിനിങ് ഇപ്പോൾ മോപ്പപ്പ് ട്രെയിനിങ് പോലെ നമുക്ക് ചെയ്യാം. ഹോം വോട്ടിംഗ് നമുക്ക് ഓൾറെഡി കംപ്ലീറ്റ് ആയി. നമ്മുടെ ഏകദേശം 200 ടീംസ് ഉണ്ടായിരുന്നു ഹോം വോട്ടിംഗെ സംബന്ധിച്ച്. 18,000 ആൾക്കാർ ഹോം വോട്ടിംഗ് ഓപ്റ്റ് ചെയ്തു 2 കാറ്റഗറിയിൽ. 85 വർഷത്തിൻ്റെ മുകളിലുള്ള ആൾക്കാർ, സീനിയർ സിറ്റിസൺസ്, പിന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. അത് ഓൾറെഡി നമുക്ക് കഴിഞ്ഞു. നമ്മുടെ പോളിംഗ് പാർട്ടീൻ്റെ റാൻഡമൈസേഷൻ, ഫസ്റ്റ് റാൻഡമൈസേഷൻ 24 മാർച്ചിൽ ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ റാൻഡമൈസേഷൻ 29th മാർച്ച്. മൂന്നാമത്തെ റാൻഡമൈസേഷൻ നമ്മുടെ പോളിംഗ് പാർട്ടിയിൽ അത് ഇന്ന് ഈവനിങ് നമുക്ക് നിശ്ചയിച്ചു. അത് ഇൻ ദ പ്രസൻസ് ഓഫ് നമ്മുടെ ജനറൽ ഒബ്സർവേഴ്സ് ഇന്ന് ഈവനിങ് നമുക്ക് ചെയ്യാം. നോമിനേഷൻ്റെ സ്റ്റേറ്റസ് ടോട്ടൽ 216 നോമിനേഷൻസ് നമ്മൾ റിസീവ് ചെയ്തു. അതിനകത്ത് വാലിഡ് നോമിനേഷൻസ് 137 ആയിരുന്നു. ഫൈനൽ നമ്പർ ഓഫ് നമ്മുടെ കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റ്സ് 95 ആണ്. നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റും ലോ ആൻഡ് ഓർഡർ കൂടുതൽ വിവരം നമുക്ക് ജില്ലാ പോലീസ് മേധാവി തരും. പക്ഷേ ഞാൻ ബ്രീഫായിട്ട് പറയാം. ഇവിടെ പല പല രീതിയിൽ നമുക്ക് സ്ക്വാഡ്സ് രൂപീകരിച്ചു. 144 ഫ്ലൈങ് സ്ക്വാഡ്സ്, 9 per LAC, 144 സ്റ്റാറ്റിക് സർവൈലൻസ് ടീം, അഗെയിൻ 9 per LAC, പിന്നെ 32 ആൻറ്റി ഡിഫേസ്മെൻറ്റ് സ്ക്വാഡ്, 32 വീഡിയോ സർവൈലൻസ് ടീം, പിന്നെ 16 വീഡിയോ വിവിങ് ടീം. ഈ ടീം നമ്മുടെ ഇലക്ഷൻ അനൗൺസ്മെൻറ്റിന് ശേഷം നമുക്ക് ഓൾറെഡി ആക്റ്റീവാണ്. പ്രോപ്പറായിട്ട് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതും നമുക്ക് ജില്ലാ ലെവലിൽ മോണിറ്ററിങ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ജില്ലാ ലെവലിൽ ടോട്ടൽ സീസേഴ്സ് നോക്കിയാൽ നമുക്ക് ടോട്ടൽ സീസറിൻ്റെ എമൗണ്ടാണ് 4.46 crores. ഇതിൽ ക്യാഷ് ഉണ്ട്, ലിക്കറിൻ്റെ സീസറുണ്ട്, ഡ്രഗ്സിൻ്റെ സീസറുണ്ട്.